സൈഫ 40-നടുത്തെത്തിയിരിക്കുകയാണ് പോളിംഗ് ശതമാനം. പക്ഷേ ഈ കഴിഞ്ഞ ഒരു മണിക്കൂർ വെച്ച് നോക്കുമ്പോൾ വലിയൊരു മുന്നേറ്റം നമുക്കതിൽ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ പൊതുവെ ഒരു മന്ദഗതിയിലാണ് ഇപ്പോൾ പോളിംഗ് മുന്നോട്ട് പോകുന്നത്. ദിവ്യ, നല്ല ചൂട് പുറത്തനുഭവപ്പെടുന്നുണ്ട്. ദിവ്യക്ക് ചിലപ്പോൾ അകത്തിരിക്കുന്നതുകൊണ്ട് ആ ചൂട് ഫീൽ ചെയ്യാത്തതായിരിക്കാം. പക്ഷെ ഇവിടെ നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആൾക്കാർ പുറത്തേക്ക് വരുന്നത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ടായിരിക്കാം പോളിംഗ് ഒന്ന് മന്ദഗതിയിൽ ആയിരിക്കുന്നത്. അത് പക്ഷേ വൈകുന്നേരത്തോടു കൂടി ഒരു 3 മണി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തൊരു മാറ്റമുണ്ടാകും. വെയിൽ കുറഞ്ഞതിന് ശേഷം ആൾക്കാർ വരും. ഞാനിപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കഴിഞ്ഞ് കാട്ടാക്കട മണ്ഡലത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് ഉള്ളത്. അവിടെ കാട്ടാക്കട മണ്ഡലത്തിൻ്റെ ഒരു പ്രദേശത്ത് പോയപ്പോൾ അവിടെ നല്ല നീണ്ട ക്യൂ ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ പ്രായമായ ആൾക്കാരുണ്ട്, കുറച്ച് യുവ വോട്ടർമാരാണ്. ഇപ്പോൾ ജെൻസി വോട്ടർമാരെന്നൊക്കെ പറയുന്ന പോലുള്ള ആൾക്കാരില്ലേ, അവർ കുറച്ച് പേര് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കാരണം അവർക്ക് ഈ വെയിലൊന്നും പ്രശ്നമല്ലല്ലോ. അവരങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അവർ വോട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം ചിലപ്പോൾ യുവാക്കളെ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് ഇടിഞ്ഞു പോയി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏതാണ്ട് 40-നോട് അടുപ്പിച്ച് എത്തിച്ചേരുന്നുണ്ട്. 37.78 ആയിരുന്നു കുറച്ച് മുമ്പ് വരെയുള്ള ശതമാനക്കണക്ക്. അതൊരു 40-ലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്ന് കാണും. എന്നിരുന്നാലും ഈ 12 മണി സമയത്ത് ഇത്രയും ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി 6 മണിക്കൂർ സമയമുണ്ട്. 6 മണിക്കൂർ കൊണ്ട് സ്വാഭാവികമായിട്ടും പോളിംഗ് ദിവ്യ സൂചിപ്പിച്ച പോലെ ഒരു 80-ലേക്ക് അടുപ്പിച്ച് ഒരു പക്ഷേ എത്തിച്ചേരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും നല്ല പോളിംഗ് ആണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ, അത് കേരളത്തിൽ 14 ജില്ലകളെടുത്താലും ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള ജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. രാവിലെ മുതൽ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലും, ഞാനിപ്പോൾ നിൽക്കുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ്. വട്ടിയൂർക്കാവിലെ എല്ലാ മണ്ഡലങ്ങളിലും തിരക്കുണ്ട്. നേമത്താണെങ്കിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. 36 ഒരു കാര്യം, മികച്ച പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തുന്നത് എങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 80 ഒക്കെ കടക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം ഏത് മുന്നണിക്കായിരിക്കും കിട്ടാൻ സാധ്യത? ദിവ്യ, നമ്മൾ പണ്ട് കാലത്ത് പറയുമായിരുന്നു ഈ പോളിംഗ് ശതമാനം കൂടിയാൽ UDF അനുകൂലമാകും, പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് LDF അനുകൂലമാകുമെന്ന്. പക്ഷെ അതിന്റെ കാലം കഴിഞ്ഞു എന്ന് തോന്നുന്നു. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ ഈ CPM ആണെന്നുണ്ടെങ്കിൽ അതിനൊരു സിസ്റ്റമാറ്റിക് സംവിധാനമുണ്ട്, ഒരു കേഡർഷിപ്പ് ഉണ്ട്. ആ കേഡർ സ്വഭാവത്തിൽ അവരുടെ വോട്ടുകൾ കൃത്യമായി അവർ വോട്ട് ചെയ്യിക്കും. അത് ബാക്കിയുള്ളവർ ചിലപ്പോൾ വോട്ട് ചെയ്യാൻ മടിക്കുന്നു എന്നുണ്ടെങ്കിൽ, കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യാൻ മടിക്കുന്നു എന്നുണ്ടെങ്കിൽ അവർ ബൂത്തിലേക്ക് ചിലപ്പോൾ വന്നു എന്ന് വരില്ല. അതുകൊണ്ടാണ് പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് LDF അനുകൂലമാണ് എന്ന് പറയുന്നത്. പോളിംഗ് ശതമാനം കൂടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വന്ന് വോട്ട് ചെയ്യുന്നത് UDF അനുകൂലമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് നേതാക്കന്മാർ ഇന്നും പറയുന്നത് കേട്ടു. പക്ഷേ ആ ട്രെൻഡിൽ നമുക്ക് അതിനെ എടുക്കാൻ കഴിയില്ല ദിവ്യ. കാരണം ഇത് രണ്ടാമത്തെ ഭരണമാണ് പിണറായി വിജയൻ്റെ. 2021 നമ്മൾ ഇതേപോലെ തന്നെ പോളിംഗ് കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ 3ാം ഭരണം അവർ ഉറപ്പിച്ച് പറയുന്നു, മാറ്റം ഉണ്ടാകുമെന്ന് UDF ഉറപ്പിച്ച് പറയുന്നു. അതുകൊണ്ട് ഒരു 80% പോയാലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലായിരിക്കില്ല ജനങ്ങളുടെ മനസ്സ്. 2,71,00,000 ജനങ്ങളുടെ മനസ്സ് വായിച്ചെടുക്കണമെങ്കിൽ അത് ചില്ലറ ജില്ലാനോ പണിയൊന്നും ആയിരിക്കില്ല ദിവ്യ. ശരി, എന്തായാലും ഒരു 6 മണിക്കൂർ കൂടിയുണ്ട് പോളിംഗിന് എന്നതാണ്. 6 മണി വരെയാണ്. എന്തായാലും 6 മണി കഴിഞ്ഞും പോളിംഗ് മുന്നോട്ട് പോകുന്നതിൽ സംശയമില്ല.